ഇന്നൊരു കടുക്ക ഫ്രൈ ഉണ്ടാക്കാൻ വിചാരിച്ചു. ആദ്യമായിട്ട് തോടോടുകൂടി കടുക്ക ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോഴേ ഈ തോടിന്ന് ഇങ്ങനെ അടന്ന് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോടിന്ന് അടന്ന് വരുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ പാകം ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ചേ ഉള്ളൂ. നമുക്കിതുകൊണ്ട് ഇനി ഒരു കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക. ഒരു 15 എണ്ണമൊക്കെ എടുക്കുക. പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഇഞ്ചി, വലിയ സവാള, തക്കാളി, പിന്നെ വെളുത്തുള്ളി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ വെളിച്ചെണ്ണയിൽ എണ്ണയും എല്ലാം ഒന്നിച്ചിട്ട് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് അധികം നേരം ഒന്ന് വഴറ്റണം. ഇത് സോഫ്റ്റ് ആവണം ഒന്നും കൂടി. നന്നായി വഴണ്ട് വരുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമാണ്. ഇനി നമുക്ക് കടുക്ക നേരിയാക്കി വെച്ച കടുക്ക ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. ഇതിന് ഉപ്പ് ചേർക്കുക കേട്ടോ. വെച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റ് വേവിച്ചെടുക്കാം. റെഡിയായി. ഇനി കുറച്ച് കറിവേപ്പില ഇടുക. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. കറി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടുക്ക വെച്ചിട്ടുള്ള കറി റെഡിയായി.